PMCയിൽ CPIയുടെ ശാഠ്യത്തിന് വഴങ്ങിയ CPM ഇതൊരു CPI വിജയമോ എന്നുള്ളതാണ് ചോദ്യം. സുജയ, ഇതിപ്പോൾ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരാളെ പിന്നോട്ട് കൊണ്ടുപോകാനായി മറ്റൊരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിപ്പിച്ച ആൾക്ക് വിജയമുണ്ടായി എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഈ വിജയം ശാശ്വതമാണോ എന്നൊരു ചോദ്യം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ വിജയം പൂർണ്ണ വിജയമായി മാറണം എന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ട് പോകണം, ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തണം. നിലവിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? PM ശ്രീ പദ്ധതിയിൽ കരാർ ഒപ്പിട്ടിരിക്കുകയാണ്, MOU ഒപ്പിട്ടിരിക്കുകയാണ്. ആ MOU മരവിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ധാരണാപത്രം മരവിപ്പിക്കൽ മാത്രമാണ്, അല്ലാതെ ആ ധാരണാപത്രം റദ്ദാക്കുന്നതിലേക്ക് ഈ പദ്ധതി നടപ്പാക്കുന്ന എന്ന ഒരു സിംഗിൾ പ്രഖ്യാപനത്തിലേക്ക്, അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതിന്മേലാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നതിനായിട്ട് ഈ ഉപസമിതിയെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ CPIക്ക് പിന്നിൽ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ CPIMലെ ഒരു വിഭാഗം, MA ബേബിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കൂടി ഉറച്ച നിലപാടെടുത്ത് നിന്നോ എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചർച്ചകളും എല്ലാം മുന്നോട്ട് പോയത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായം ഉയരേണ്ട കാര്യമില്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ടൊക്കെ കൂടി എടുത്ത ഒരു തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി വരുമ്പോഴേക്കും അപ്പോൾ ഈ ഇൻഫൈറ്റിംഗ് ചർച്ചയായാൽ അത് LDFന്റെ ഉറപ്പായിട്ടുള്ള ഒരു വിജയത്തെ ബാധിക്കും എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല പ്രതിപക്ഷത്തിന് കിട്ടുന്ന വലിയൊരു ആയുധമാണ് നിങ്ങൾക്ക് മുന്നണിക്കുള്ളിൽ തന്നെ ഒരു ഏകാഭിപ്രായമില്ല, കൂട്ടുത്തരവാദിത്തമില്ല എന്ന് CPI തന്നെ പറഞ്ഞല്ലോ. അതായിരിക്കും പ്രധാനപ്പെട്ട പോസ്റ്റർ ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാച്ച് വേർഡ് അങ്ങ് ക്രോസ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു സമയത്ത് എടുക്കാനായിട്ടുള്ള, നമ്മളിപ്പോൾ മൊത്തത്തിൽ വെടിവെച്ച് കൊല്ലണോ അതോ മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സ നൽകണോ എന്ന് ചോദിക്കുന്ന പോലെ സണ്ണി ജോസഫ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട സമാനമായ ഒരു പരാമർശം നടത്തുകയും ചെയ്തു. ഇവിടെ CPIയെ മയക്കുവെടി വെച്ച് തളച്ചുവെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ CPI പറഞ്ഞ കാര്യം കേട്ടുവെന്നുമായി. എന്നാൽ CPIM എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പൂർണ്ണമായും പോയിട്ടുമില്ല. അതാണ് നിലവിലത്തെ സാഹചര്യം. ആനയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നെങ്കിൽ, അതായത് PM ശ്രീ വേണ്ട, PM ശ്രീ നടപ്പാക്കുന്നില്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് ഉടനടി സബ് കമ്മിറ്റി ഒന്നും രൂപീകരിക്കാതെ എന്നാൽ പിന്നെ നമുക്ക് നടപ്പാക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം എന്ന രീതിയിൽ ആ തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ലീഗലി MOU നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ PM ശ്രീ നടപ്പാക്കുന്നില്ല എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഇപ്പോൾ മരവിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മയക്കുവെടി വെച്ച് അവിടെ ആനയെ ഇട്ടിരിക്കുകയാണ്, ആ ആനയെ കൊന്നിട്ടില്ല. കാട്ടിലേക്ക് തുറന്നു വിടുമോ അതോ നേരെ ക്യാമ്പിലേക്ക് മാറ്റുമോ, ബേസ് ക്യാമ്പിലേക്ക് മാറ്റുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. PM ശ്രീയെ എന്ത് ചെയ്യും അതറിയാനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് എന്തായാലും. ഇനിയുള്ള തെരഞ്ഞെടുപ്പ് മാസങ്ങളാണ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണ മാസങ്ങളാണ്. ആ പ്രചാരണ മാസങ്ങളിൽ അങ്ങോട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ആയുധം തിരിച്ചെടുത്ത് സ്വന്തം ക്യാമ്പിൽ തന്നെ വെച്ചിരിക്കുന്നു എന്നതിനപ്പുറം ഈ ഒരു തീരുമാനത്തെ നമ്മൾ കാണേണ്ടതുമില്ല. ഇവിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കരാർ പാലിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ കേന്ദ്രം എന്താണ് ചെയ്യാൻ പോവുക, അതാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യം. അതായത് ഈ സബ് കമ്മിറ്റി രൂപീകരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാനം ഇവിടെ തത്വത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സബ് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം അതിന്റെ തീരുമാനം ഇങ്ങനെ എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാമല്ലോ. ഇവിടെ ഇപ്പോൾ കമ്മീഷനുകൾ രൂപീകരിക്കുന്ന എത്രയോ കമ്മീഷനുകൾ, ജുഡീഷ്യൽ കമ്മീഷനുകൾ വെള്ളാനകളായി മാറിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ തീരുമാനം എന്താണ് എന്നുള്ളത് പൊതുജനം അറിയാനായിട്ട് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കുന്നതും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും ഈ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ PM ശ്രീയിൽ അപാകതയില്ല എന്ന് ഉറക്കെ പറഞ്ഞ, വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഈ സബ് കമ്മിറ്റിയുടെ തലവൻ. അദ്ദേഹത്തിന് ഇനി ഞാൻ അന്ന് പറഞ്ഞതല്ല എന്റെ തീരുമാനം മാറി എന്ന് വീണ്ടും പറയേണ്ടി വരുമോ? കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന്, അതായത് PM ശ്രീ കൊള്ളില്ല, NEP കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾ ഒന്ന് തീരുമാനം മാറ്റുന്നു, എന്നിട്ട് തിരുത്തി പറയുന്നു. അതിനുശേഷം ഇനി CPIക്ക് വേണ്ടി വീണ്ടും ആ തീരുമാനം മാറ്റുകയാണെങ്കിൽ V ശിവൻകുട്ടിയുടെ മൂന്നാമത്തെ നിലപാട് എന്ന് നമ്മൾ അതിനെ പറയേണ്ടി വരും. കാരണം ഒന്നാം നിലപാട് നമ്മൾ കണ്ടു, രണ്ടാം നിലപാട് നമ്മൾ കണ്ടു. അപ്പോൾ V ശിവൻകുട്ടിയുടെ മൂന്നാം നിലപാടിലേക്ക് ഈ സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നു അദ്ദേഹം മാറുമോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടി വരും എന്താണ് അപാകതകൾ. ഈ അപാകത കാണാതെയാണോ അന്ന് പോയി MOU താങ്കളുടെ നേതൃത്വത്തിലുള്ള ടീം ഒപ്പിടാനായി തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കേണ്ടി വരും. അതിനൊന്നും V ശിവൻകുട്ടി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിപ്പോൾ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു നീക്കം നടത്തി തൽക്കാലത്തേക്ക് CPI ഒന്ന് അവരുടെ ഒരു പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അതൃപ്തി ഒന്ന് അത്യാവശ്യം ഒന്ന് ഒതുക്കി തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ CPI പറഞ്ഞ ഇടത്തേക്ക് സർക്കാരിനെ കൊണ്ടുവരാൻ സാധിച്ചത് അവരുടെ വിജയമായി നമുക്ക് പ്രത്യക്ഷത്തിൽ വിലയിരുത്താനും സാധിക്കും. ഇവിടെ വളരെ ടാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ഒരു നീക്കം നമ്മൾ കാണേണ്ടത് ഈ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനങ്ങളാണ്. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ കൂട്ടിക്കൊണ്ടുള്ള തീരുമാനം അത് November 1 വരും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത്. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട വാർത്തകളായി അത് ചിലയിടങ്ങളിലൊക്കെ വരികയും ചെയ്തതാണ്. ആ പ്രഖ്യാപനം ഇന്ന് നടത്തുമ്പോൾ, ആ പ്രഖ്യാപനത്തിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ അവിടെയാണ് പിണറായി വിജയന്റെ ഒരു ബുദ്ധികൂർമ്മത നമ്മൾ കാണേണ്ടത്. അതായത്
അതായത് PM ശ്രീയെ കുറിച്ച് ചർച്ച നടത്തി PM ശ്രീയെ കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കും, അതിനായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടെന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ, അതായത് മുഖ്യമന്ത്രി PM ശ്രീയിൽ വിശദീകരണം നടത്തിയതിനു ശേഷം ബാക്കി പറയാം എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം ഈ ചർച്ചയ്ക്ക് ശേഷം പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണ്? ആ വാർത്താ സമ്മേളനം മുഴുവൻ നമ്മൾ തത്സമയം കൊടുത്തതാണ്, കണ്ടതാണ്. അദ്ദേഹം തുടങ്ങിയത് PM ശ്രീയിലാണോ? അല്ല. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞേ അല്ല വാർത്താ സമ്മേളനം തുടങ്ങിയത്. അദ്ദേഹം തുടങ്ങിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ചാണ്, SIR-നെ കുറിച്ചാണ്. SIR കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പക്ഷേ പട്ടികയിൽ കേരളവും വന്നിരിക്കുകയാണ്. നമ്മൾ അതിനെ തുറന്നെതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും അതിൽ തന്നെ നിന്നിട്ടുണ്ടാകണം. കാരണം ആദ്യ ഭാഗം മുഴുവൻ, ആ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ ഭാഗം മുഴുവൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ചാണ്. അതിനുശേഷം പുതിയ തസ്തികകളെ കുറിച്ച് പറഞ്ഞു. പുതിയ തസ്തികകളെ കുറിച്ച് പറയുന്നു. അതിനുശേഷം കൂട്ടിക്കലിലുണ്ടായ പ്രളയത്തിൽ ഉള്ളവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുകയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം PM ശ്രീയിലേക്ക് വരുമ്പോൾ PM ശ്രീയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എണ്ണി നോക്കൂ, 10 വാചകങ്ങളിൽ താഴെ പറഞ്ഞിട്ടുള്ളൂ. PM ശ്രീയെക്കുറിച്ച് അത്രയേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ PM ശ്രീയിൽ LDF-ൽ തന്നെ ഒരു ധാരണയിലേക്ക് എത്തി CPI-യുമായി നടത്തിയ ചർച്ചയിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു വിഷയങ്ങളിലാണ് കൂടുതൽ സമയം സംസാരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ സബ് കമ്മിറ്റി റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ സംസ്ഥാനത്ത് PM ശ്രീ നടപ്പാക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് നെല്ല് സംഭരണത്തിലേക്ക് പോകുന്നു, റബ്ബറിന്റെ താങ്ങുവിലയിലേക്ക് വരുന്നു. അതായത് ഒരു പലവക പുസ്തകം, പലവക നോട്ട്ബുക്ക്, റഫ് നോട്ട്ബുക്ക് നമ്മൾ പറയും കുട്ടികളുടെ. അപ്പോൾ ആ റഫ് നോട്ട്ബുക്കിൽ എല്ലാ വിഷയങ്ങളും എഴുതി വെക്കുന്നത് പോലെ ആയിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ PM ശ്രീയുടെ കാര്യം മാത്രം CPI-ക്ക് കീഴടങ്ങിയ ഒരു സർക്കാർ അല്ലെങ്കിൽ കീഴടങ്ങിയ ഒരു മുഖ്യമന്ത്രി നടത്തുന്ന ഒരു വാർത്താ സമ്മേളനമായി എനിക്കതിനെ തോന്നിയില്ല. പക്ഷേ അപ്പോഴും CPI പറഞ്ഞതുപോലെ ഒരു സബ് കമ്മിറ്റിയെ വെക്കുകയും ഒരു റിവ്യൂ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി ഇവിടെ നിൽക്കുകയാണ്. ഇനി MOU അനുസരിച്ചാണെങ്കിൽ രണ്ട് പാർട്ടികളും, അതായത് കേന്ദ്രവും സംസ്ഥാനവും ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് അറിയിക്കണം എന്നുള്ള ഒരു ക്ലോസ് ഈ MOU-ന്റെ പേജ് 6-ൽ പറയുന്നുണ്ട്. ഈച്ച് പാർട്ടി ഷാൽ കീപ് ദ അതർ പാർട്ടീസ് ഡ്യൂലി ഇൻഫോംഡ് ഓഫ് എനി മാറ്റർ വിച്ച് മേ ഹാവ് എനി ഇമ്പാക്ട് ഓൺ ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ദ ഇന്റൻഡഡ് കോഓപ്പറേഷൻ കണ്ടംപ്ലേറ്റഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് അണ്ടർ ദിസ് MOU. അപ്പോൾ മുന്നോട്ട് നടപ്പാക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും, സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും, സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, രണ്ടു കൂട്ടരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചിരിക്കണം എന്നതാണ്. അപ്പോൾ ഈ നടപ്പാക്കൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലേ ഇനിയിപ്പോൾ തർക്കമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ തെരുവിലെ പോരാട്ടവും NEP-ക്കെതിരായ പോരാട്ടവും ഒന്നും നടത്താമെന്ന് CPI-ക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പദ്ധതിയിലെ അപാകതകൾ അല്ലെങ്കിൽ പദ്ധതിയിലെ എന്തൊക്കെയാണോ ഉള്ളടക്കം, ആ ഉള്ളടക്കം സംബന്ധിച്ച് ഈ ഒപ്പിട്ടിരിക്കുന്ന MOU സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഈ സബ് കമ്മിറ്റി റിവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാത്ത പക്ഷം CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയോ വിദ്യാഭ്യാസ മന്ത്രിയോ എന്തൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അജണ്ട എന്താണ്, ഈ റിവ്യൂ കമ്മിറ്റിയുടെ മുന്നിലുള്ള വിഷയങ്ങൾ എന്താണ്, അങ്ങനെയൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു സബ് കമ്മിറ്റി വെച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ് 30 ദിവസത്തിനുള്ളിൽ ഇത് നോട്ടീസ് നൽകിയതിനു ശേഷം ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഇരിക്കുന്നത്. അല്ലാതെ സ്റ്റേറ്റിന് നേരിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കൊടുക്കുന്ന കത്തിൽ ഒരു ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്നല്ലാതെ ഒരു ടെർമിനേഷനിലേക്ക് ഈ എഗ്രിമെന്റ് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ മുന്നിലുള്ളതാണ് പഞ്ചാബിന്റെ കാര്യം. പഞ്ചാബ് ഇതേപോലെ തന്നെയുള്ള ഒരു സമീപനമാണ് എടുത്തത്. പഞ്ചാബ് അന്ന് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് നമ്മൾ പലതവണ പരിശോധിച്ചതാണ്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസായി നമുക്ക് എടുക്കാൻ പറ്റുന്നത് പഞ്ചാബ് മോഡൽ മാത്രമാണ്. കാരണം ആദ്യം MOU-ൽ ഒപ്പിടുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത പഞ്ചാബ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 2022 ഒക്ടോബറിന് ഇവർ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നു. അതിനുശേഷം അവർക്കവിടെ എതിർപ്പുണ്ടായിരുന്നത് PM ശ്രീ എന്നുള്ള ബ്രാൻഡിംഗ് ആണ്. പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കണം, ബ്രാൻഡ് ചെയ്യണം. ആ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നവർ പറയുന്നു. അതിനുശേഷം 2023 പിന്മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. നിയമോപദേശം തേടിയതിനു ശേഷമാണ് പിന്മാറാനായിട്ട് തീരുമാനിച്ചത്. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് കേരളം ഇപ്പോൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് കൊടുത്തു. ആ കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കേന്ദ്രം ചെയ്തത് സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ നിന്നുള്ള ഫണ്ട് തടഞ്ഞുവെക്കലാണ്. അതിനുശേഷം ഈ തർക്കം ഇങ്ങനെ സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ പോയി. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഉള്ള നിയമോപദേശം ഇവരെടുക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ പോയിട്ടും കാര്യമില്ല എന്നുള്ള ഒരു നിയമോപദേശമാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇവർ വീണ്ടും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒപ്പിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെയും നിയമമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞിരുന്നു, ഈ PM ശ്രീയോടോ NEP-യോടോ ഉള്ള നമ്മുടെ അമിതമായ പ്രതിപത്തി അല്ല, സാമ്പത്തികമാണ് വിഷയമെന്ന് പറഞ്ഞിരുന്നു. പഞ്ചാബിനും ഈ സാമ്പത്തിക വിഷയത്തിന് മുന്നിൽ ഫണ്ടുകൾ തടഞ്ഞു വെച്ചപ്പോൾ അതിൽ ഒപ്പിടേണ്ടി വന്നു, വീണ്ടും ഈ പദ്ധതി നടപ്പാക്കേണ്ടി വന്നു. ഇവിടെ CPI കൂടി മനസ്സിലാക്കിക്കൊണ്ട്, CPI കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.